ഉച്ചിറു കരാത്തെ സ്കൂൾ മേലേച്ചൊവ്വിൽ പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. മേലേച്ചൊവ്വ മട്ടന്നൂർ റോഡിന് സമീപം ഗീതാഞ്ജലി ബിൽഡിംഗിലാണ് ഉച്ചിറു കരാത്തെ സ്കൂൾ ആരംഭിച്ചത്. 1990 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഉച്ചിറു കരാത്തെ സ്കൂളാണ് വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ഉച്ചിറു കരാത്തയുടെ ഇന്ത്യയിലെ തന്നെ പ്രധാന പരിശീലന കേന്ദ്രമാണ് കൂടാളിയിലേത്. ഇതിന്റെ ബ്രാഞ്ചാണ് മേലേച്ചൊവ്വയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി പുനരാരംഭിച്ചത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ കാലഘട്ടത്തിൽ കരാത്തേക്കും മറ്റ് ആയോധന കലകൾക്കും വളരെ പ്രാധാന്യമുണ്ടെന്നും ആത്മവിശ്വാസവും ധൈര്യവും ചിട്ടയും അച്ചടക്കവും ജീവിതത്തിൽ കൊണ്ടുവരാൻ കരാത്തയിലൂടെ സാധിക്കുമെന്നും ബിനോയ് കുര്യൻ പറഞ്ഞു. പുതിയ കാലഘട്ടത്തിൽ കരാട്ടെ പരിശീലനം അതുപോലെ തന്നെ മറ്റ് ആയോധനകളുടെയൊക്കെ പരിശീലനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ജീവിതശൈലി രോഗങ്ങളും മറ്റുമെല്ലാം വ്യാപകമായി വർദ്ധിച്ചു വരുന്നൊരു കാലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെയുള്ളൊരു പ്രതിരോധം കൂടിയാണ് ഇത്തരത്തിലുള്ള ആയോധന കലകളുടെ പരിശീലനം എന്ന് കാണാൻ വേണ്ടി സാധിക്കും. കരാട്ടെ പഠിക്കുന്നത് മറ്റാളുകളെ ആക്രമിക്കാനോ കൈകാര്യം ചെയ്യാനോ അല്ല എന്ന് നമുക്കറിയാം. നമുക്കൊരു ആത്മവിശ്വാസവും അതുപോലെ തന്നെ ധൈര്യവും എല്ലാം പകർന്നു നൽകുന്നതാണ്. ജീവിതത്തിൽ അച്ചടക്കവും ചിട്ടയും അതുപോലെ തന്നെ ഒരു വലിയ ആത്മവിശ്വാസം പകരുന്നതാണ് ഓരോ കരാട്ടെ പരിശീലകരായിട്ടുള്ള ആളുകളുമെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ജപ്പാനിലെ പ്രധാന ശൈലികളിൽ ഒരു ശൈലി ഉച്ചിറു കരാത്തയാണെന്ന് ഉച്ചിറു കരാത്തയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനും ഉച്ചിറു കരാത്തെ സ്കൂളിലെ മുഖ്യ പരിശീലകനുമായ KV മനോഹരൻ പറഞ്ഞു. ജപ്പാനിലെ പ്രധാന ശൈലികളിൽ ഒരു ശൈലിയാണ് ഉച്ചിറു കരാത്തെ. അത് മറ്റു ശൈലികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയാണ്. ചൈനയിലെ സദൻ ഷാവോലിൻ ടെമ്പിളിൽ വളരെ രഹസ്യമായി പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ശൈലിയാണിത്. അത് ഈ അടുത്ത കാലത്താണ് അത് പുറം ലോകം കണ്ടത്. അത് ഒക്കിനാവക്കാരനായിട്ടുള്ള മാസ്റ്റർ കൺപണിച്ചി അവിടെ പോയി പഠിച്ചു. 9 വർഷം അവിടെ താമസിച്ച് പഠിച്ചു എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിലൂടെയാണ് ഈ ശൈലി പുറം ലോകം അറിയുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അടിസ്ഥാനം എന്ന് പറയുമ്പം പേടിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികളൊക്കെ ഒരുപാട് പെൺകുട്ടികളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പേടി കൊണ്ടാണ്. പെൺകുട്ടികൾക്ക് പ്രതിരോധിക്കാനുള്ള ധൈര്യമില്ല. അപ്പോൾ ഉച്ചിറു കരാത്തെ പരിശീലനം അവരെ ഭയവിമുക്തരാക്കും. ശരിയല്ല, അവർക്ക് ഇപ്പോൾ നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടാവും, ഈ പരിശീലന രീതി കണ്ടിട്ടുണ്ടാവും, അവർ ഒന്നിനും പേടിക്കില്ല. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ വരും. ഏത് തരത്തിലുള്ള പ്രതിസന്ധി വന്നാലും അവർ തരണം ചെയ്യാതെ. ഉച്ചിറു കരാത്തെ പരിശീലകനായ KV മനോഹരന്റെ കീഴിൽ 34 വർഷമായി താൻ കരാത്തെ പരിശീലിക്കുന്നുണ്ടെന്നും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ കരാത്തെ പരിശീലിക്കണമെന്നും മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും ചിട്ടയായ ജീവിതശൈലിയും മികച്ചതാക്കാൻ കരാത്തയിലൂടെ കഴിയുമെന്നും മുൻ കണ്ണൂർ ടൗൺ SI TR ശ്യാമള അഭിപ്രായപ്പെട്ടു. എൻ്റെ അഭിപ്രായത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും കരാത്തെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം, ശരീരത്തിൻ്റെ ആരോഗ്യം, ചിട്ടയായ ജീവിതശൈലി, നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കാനും, പിന്നെ കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പോൾ പുറത്തേക്ക് പോകുന്നവരാണ്. ഒരു +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും പുറത്തേക്ക് പോകുന്നവരാണ്, പഠനത്തിനും മറ്റു കാര്യത്തിനുമൊക്കെ ആയിട്ട്. അപ്പോൾ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കളുടെ ശ്രദ്ധ വിട്ട് കഴിയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പേടി ഉണ്ടാവും. ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകുമ്പോൾ കോളേജിലൊക്കെ ചേർന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, ആ ഉള്ള ഒരു അവസ്ഥയെല്ലാം മാറിക്കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാ കുട്ടികളും കരാത്തെ പ്രാക്ടീസ് ചെയ്യണം. വനിതകൾ കരാത്തെ പഠിക്കാനായി സധൈര്യം മുന്നോട്ടിറങ്ങണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ടെന്ന് കരാത്തെ ട്രെയിനർ ഹരിത മനോഹരൻ വ്യക്തമാക്കി. ഞാനിവിടെ കണ്ണൂർ ജില്ലയിൽ തന്നെ വിവിധ സ്കൂളുകളിൽ ഏകദേശം 500-ഓളം കുട്ടികൾ എൻ്റെ കീഴിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലേഡീസിന് പിന്നെ ട്രെയിനിങ് കൊടുക്കുന്നത് ഞാനാണ്. പിന്നെ ആഴ്ചയിൽ 7 ദിവസം ഇവിടെ ക്ലാസ് ഉണ്ട്. രാവിലെ വൈകുന്നേരമായിട്ട് ഓരോ ടൈമിങ്ങിലാണ് ക്ലാസ് നടക്കുന്നത്. ഒരുപാട് ലേഡീസ് ഈ കരാത്തെ അഭ്യസിക്കാൻ മുന്നോട്ട് വരട്ടെ എന്ന് എന്താ പറയുക ആഗ്രഹിക്കുന്നു. 8 വയസ്സ് മുതലാണ് കരാത്തെ അഭ്യസിക്കാൻ തുടങ്ങിയതെന്ന് ഈ വർഷത്തെ സ്കൂൾ കലോത്സവത്തിൽ കേരള നടനം, സംഘനൃത്തം തുടങ്ങിയവയിൽ A ഗ്രേഡ് നേടിയ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി K നിവേദിത പറഞ്ഞു. തുടങ്ങിയപാട് കുറച്ചൊരു മടിയെല്ലാം ഉണ്ടെങ്കിലും പക്ഷേ ഇത് ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് തുടങ്ങിയ സമയത്ത് ബോഡി ഫിസിക്കലി ഭയങ്കര മാറ്റം വരുന്നുണ്ട്. ഭയങ്കര കുറച്ച് ധൈര്യവും എല്ലാ സിറ്റുവേഷനും നേരിടാനുള്ള ധൈര്യമുണ്ട്. പിന്നെ ഇതുവരെ കലോത്സവത്തെ കുറിച്ച് പറയുന്നത് ഇതുവരെ കിട്ടിയതിൽ വെച്ചൊരു നല്ല അച്ചീവ്മെൻ്റാണ് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാനാണ്. അപ്പോൾ 2 ഐറ്റത്തിൽ കേരള ഗ്രൂപ്പ് ഡാൻസ് 2 ഐറ്റത്തിൽ
പങ്കെടുത്ത് A ഗ്രേഡ് കിട്ടാൻ സാധിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് രണ്ടും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ക്ലാസ് ഇനി അറ്റൻഡ് ചെയ്യും. മനസ്സിലെ ഭയം ഇല്ലാതാക്കാനും ഏത് പ്രശ്നത്തെയും സാഹചര്യത്തെയും ധൈര്യമായി തരണം ചെയ്യാനും ഉച്ചിരു അഭ്യസിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് സാധിക്കും. ആഴ്ചകളിൽ 7 ദിവസവും ക്ലാസുകൾ ഉണ്ടായിരിക്കും. രാവിലെ 6 മുതൽ രാത്രി 9 വരെയാണ് ക്ലാസുകൾ നടക്കുക. കുട്ടികൾക്കും വനിതകൾക്കും പ്രത്യേകം പരിശീലനം ഉണ്ടായിരിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയിലെ മെയ്ബുക്കാൻ ഗോജിയൂറു കരാത്തെ മുഖ്യ പരിശീലകൻ ഹൻഷി പ്രഭാകരൻ നാമത്ത് അധ്യക്ഷത വഹിച്ചു. അമേരിക്കയിലെ ഹാപ്കിഡോ പരിശീലകൻ M. മുരളീധരൻ, സീനിയർ ഉച്ചിരു കരാത്തെ പരിശീലകൻ ഷിഹാൻ ബെന്നി ബാവുക്ക, PP സജീവൻ, KV ലിജിൻ, P. ഗംഗാധരൻ, PK മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.